നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എപ്സ്റ്റീൻ ഫയൽസിൽ ട്രംപിൻ്റെ പേര് നിരവധി തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ എതിർപക്ഷം ട്രംപിനെതിരെ എപ്സ്റ്റീൻ ഫയൽസ് വലിയ ആയുധമാക്കി കഴിഞ്ഞു. എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് ചോദിച്ചതിന് മാധ്യമപ്രവർത്തകയെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എപ്സ്റ്റീൻ ഫയൽസ് വായിച്ചോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി. തനിക്ക് മറ്റു പല കാര്യങ്ങളും രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതുണ്ടെന്നും ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാനില്ല എന്നും ട്രംപ് പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്രട്ടറി ഓഫ് കൊമേഴ്സ് ഹൗവാർഡ് ലട്നിക്കിൻ്റെ പേരും എലോൺ മസ്കിൻ്റെ പേരും ഈ ഫയൽസിലുണ്ട് എന്നും ആ ബുക്കിൽ അവരുടെ പേരുകൾ പരാമർശിക്കുന്നതിനോട് എന്താണ് അങ്ങയുടെ പ്രതികരണം എന്ന് ചോദിച്ചതിന് ട്രംപിൻ്റെ മറുപടി, ഈ രണ്ടുപേരുടെ പേരുള്ള കാര്യം തനിക്ക് അറിയില്ല, അവരുടെ കാര്യം തനിക്ക് അറിയില്ല, അവർ നന്നായി ഇരിക്കുന്നുവെന്ന് താൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു, താൻ ശ്രദ്ധിച്ചിട്ടില്ല അതിനെപ്പറ്റി എന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി. എപ്സ്റ്റീൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അതായത് എപ്സ്റ്റീൻ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ത്രീകൾ ഇന്ന് അതിജീവിതമാരായിട്ടുണ്ട്. അവർക്ക് നീതി കിട്ടേണ്ടതില്ലേ? അവർ വലിയ രീതിയിൽ ട്രോമയിലൂടെ കടന്നുപോയവരാണ്, വലിയ രീതിയിലുള്ള പീഡനം അനുഭവിച്ചവരാണ്. അപ്പോൾ അവർക്ക് നീതി കിട്ടേണ്ടതില്ലേ എന്ന ചോദ്യത്തിന് ഈ റിപ്പോർട്ടറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന മറുപടിയായിരുന്നു ട്രംപ് നൽകിയത്. നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ, അതായത് CNN ചാനലിൻ്റെ മാധ്യമപ്രവർത്തകയാണ് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് ട്രംപിനോട് ചോദ്യം ഉന്നയിച്ചത്. നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ CNN ചാനലിന് ദോഷമുണ്ടാക്കുന്നതായും വളരെ മോശമാണിതെന്നുമായിരുന്നു ട്രംപിൻ്റെ വിമർശനം. മാത്രമല്ല, അതിജീവിതമാർക്ക് നീതി കിട്ടേണ്ടതില്ലേ എന്ന ചോദ്യത്തിന് നിങ്ങളൊരു വേസ്റ്റ് റിപ്പോർട്ടർ, അതായത് കൊള്ളരുതാത്ത റിപ്പോർട്ടറാണെന്നാണ് ട്രംപിൻ്റെ പരിഹാസം. 10 വർഷമായിട്ട് എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളെ ഞാൻ കാണുന്നതാണ്. നിങ്ങളുടെ ചിരിച്ച മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ സത്യമല്ല പറയുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കാത്തത് എന്ന പരിഹാസമായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചത്. എന്തായാലും റിപ്പോർട്ടറെ വ്യക്തിപരമായി വലിയ രീതിയിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ട്രംപ്. അതായത് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിനാണ് വ്യക്തിപരമായ അധിക്ഷേപം റിപ്പോർട്ടർക്ക് നേരെ ട്രംപ് ചൊരിഞ്ഞത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ എപ്സ്റ്റീൻ ഫയലിലെ പരാമർശം തള്ളി US നീതിന്യായ വകുപ്പ്. ലൈംഗിക കുറ്റവാളി എന്ന് കണ്ടെത്തിയ ലാറി നാസറിനെ അഭിസംബോധന ചെയ്ത് ജെഫ്രി എപ്സ്റ്റീൻ എഴുതിയതായി അവകാശപ്പെടുന്ന എപ്സ്റ്റീൻ ഫയലുകളുടെ ഭാഗമായി പുറത്തിറങ്ങിയ കത്ത് വ്യാജമാണെന്നാണ് നീതിന്യായ വകുപ്പിന്റെ വിശദീകരണം. കത്തിലെ കൈയക്ഷരത്തിന് എപ്സ്റ്റീൻ്റെ കൈയക്ഷരവുമായി സാമ്യമില്ലെന്നും ഒരു ഡോക്യുമെന്റ് പുറത്തുവിട്ടു എന്നതിനർത്ഥം അതിലെ അവകാശവാദങ്ങളെല്ലാം ശരിയാണെന്നല്ലെന്നും നീതിന്യായ വകുപ്പിന്റെ വിശദീകരണം. കത്തിലെ കൈയക്ഷരം ജെഫ്രി എപ്സ്റ്റീൻ്റെതായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ട്രംപ് പറയുന്നത് ഇത് തനിക്കെതിരെയുള്ളൊരു ഗൂഢാലോചനയാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എപ്സ്റ്റീൻ മരിച്ചു 3 ദിവസത്തിന് ശേഷം വടക്കൻ വെർജീനിയയിൽ നിന്നാണ് കത്ത് പോസ്റ്റ് മാർക്ക് ചെയ്തത്. അതിൻ്റെ ടു അഡ്രസ്സിൽ എപ്സ്റ്റീൻ കഴിഞ്ഞിരുന്ന ജയിലിൻ്റെ പേര് രേഖപ്പെടുത്തിയിരുന്നില്ല. നീതിന്യായ വകുപ്പ് ഒരു രേഖ പുറത്തുവിട്ടു എന്നതുകൊണ്ട് മാത്രം അതിലെ ആരോപണങ്ങളോ അവകാശവാദങ്ങളോ വസ്തുതാപരമാകുന്നില്ല എന്നാണ് US നീതിന്യായ വകുപ്പ് പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നത്. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ട് പിന്നെ അവർ ഈ ഒരു വിവരങ്ങൾ പുറത്തുവിട്ടു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത്. എന്തായാലും എപ്സ്റ്റീൻ ഫയൽസ് ഇപ്പോൾ ആളിക്കത്തുകയാണ്. എപ്സ്റ്റീൻ ഫയൽസിൻ്റെ 69 തവണയാണ് ട്രംപിൻ്റെ പേര് പരാമർശിച്ചിരിക്കുന്നത്. എപ്സ്റ്റീൻ്റെ വിമാനമായ ലോലിത എക്സ്പ്രസിൽ ട്രംപ് 9 തവണ യാത്ര ചെയ്തതായും രേഖകളിലുണ്ട്. ട്രംപ് യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന് എപ്സ്റ്റീൻ ഫയൽസിൽ പരാമർശമുണ്ടായിരുന്നു. നീതിന്യായ വകുപ്പ് അതും തള്ളി. 1980കളുടെ അവസാനം മുതൽ 2000ൻ്റെ തുടക്കം വരെ ഡൊണാൾഡ് ട്രംപും ജെഫ്രി എപ്സ്റ്റീനും തമ്മിൽ അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. ഫ്ലോറിഡയിലെ ട്രംപിൻ്റെ മാർ എ ലാഗോ റിസോർട്ടിലെ പാർട്ടികളിലും എപ്സ്റ്റീൻ്റെ സ്വകാര്യ വിമാനത്തിലും ട്രംപ് യാത്ര ചെയ്തിട്ടുള്ളതായി രേഖകൾ സൂചിപ്പിക്കുകയാണ്. 2004 ഇവർ തമ്മിൽ പിണങ്ങുകയും ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ട്രംപിൻ്റെ വാദം. എങ്കിലും പുറത്തുവരുന്ന പുതിയ ഫയലുകളിൽ ഇവരുടെ സൗഹൃദത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന കൂടുതൽ ചിത്രങ്ങളും ഇമെയിലുകളും ഉൾപ്പെടുന്നത് ട്രംപിന് കനത്ത വെല്ലുവിളിയാണ്. ആദ്യം ഈ ഫയലുകൾ പുറത്തുവിടുന്നതിനെ ട്രംപ് എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് രാഷ്ട്രീയമായ തിരിച്ചടി ഭയന്ന് അദ്ദേഹം നിലപാട് മാറ്റി. എപ്സ്റ്റീൻ ഫയൽ ട്രാൻസ്പെറൻസി ആക്ട് എന്ന ബില്ലിൽ 2025 നവംബറിൽ ട്രംപ് ഒപ്പുവെച്ചു. തൻ്റെ ഭരണകൂടത്തിന് ഒന്നും മറയ്ക്കാനില്ലെന്ന് വരുത്തി തീർക്കാനാണ് ഈ നീക്കത്തിലൂടെ അദ്ദേഹം ശ്രമിച്ചതെങ്കിലും ഫയലുകൾ ഭാഗികമായി മാത്രം പുറത്തുവിടുന്നതും പ്രധാനപ്പെട്ട ചില ഫയലുകൾ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതും ട്രംപ് ഭരണകൂടത്തിന് നേരെ വിമർശനങ്ങൾ ഉയരാൻ കാരണമായിട്ടുണ്ട്. പുറത്തുവിട്ട രേഖകളിൽ ട്രംപ് എപ്സ്റ്റീൻ അയച്ചതായി പറയപ്പെടുന്ന ജന്മദിനാശംസകൾ ഉൾപ്പെട്ട കത്തുകളും നഗ്ന ചിത്രങ്ങളുള്ള കുറിപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ എപ്സ്റ്റീൻ്റെ ഇമെയിലുകളിൽ ട്രംപിനെക്കുറിച്ച് പരാമർശമുള്ളതായും എപ്സ്റ്റീൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ട്രംപിന് അറിവുണ്ടായിരുന്നുവെന്നും ഡെമോക്രാറ്റുകൾ
ആരോപിക്കുന്നുണ്ട്. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇത് തന്നെ തകർക്കാനുള്ള നീക്കമാണെന്നുമാണ് ട്രംപിന്റെ ഔദ്യോഗിക പ്രതികരണം. നിലവിൽ ഈ ഫയലുകൾ പുറത്തുവരുന്നത് ട്രംപിന്റെ പ്രസിഡന്റ് പദവിക്ക് നേരിട്ട് നിയമപരമായ ഭീഷണി ഉയർത്തുന്നില്ല. കാരണം ട്രംപ് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടതായി തെളിയിക്കുന്ന കൃത്യമായ രേഖകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഈ വിവാദങ്ങൾ ട്രംപിന്റെ പ്രതിച്ഛായയെ വലിയ രീതിയിൽ ബാധിക്കുകയാണ്. പ്രത്യേകിച്ചും ട്രംപിനെ പിന്തുണയ്ക്കുന്ന കടുത്ത റിപ്പബ്ലിക്കൻ അനുയായികൾക്കിടയിൽ പോലും സുതാര്യതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിട്ടതിൽ സുതാര്യതയില്ലെന്ന് ആരോപിച്ച് ഡെമോക്രാറ്റുകൾ രംഗത്തുണ്ട്. പ്രധാനപ്പെട്ട 16 ഫയലുകൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തത് ട്രംപിനെ സംരക്ഷിക്കാനാണെന്നാണ് അവരുടെ ആരോപണം. എന്നാൽ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് ഇത് ചെയ്തതെന്നാണ് സർക്കാർ വക്താക്കളുടെ വിശദീകരണം. ഇത്തരം വിവാദങ്ങൾ ട്രംപിന്റെ ഭരണ നേട്ടങ്ങളെ നിഴലിലാക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ 13 മുതൽ 16 വരെ ഫയലുകൾ US നീതിന്യായ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇതിൽ പ്രധാനമായും എപ്സ്റ്റീന്റെ വീടുകളിൽ നിന്ന് കണ്ടെത്തിയ പെയിന്റിങ്ങുകളും ഫോട്ടോകളും ഉൾപ്പെടുന്നു. നീക്കം ചെയ്തവയിൽ 468 നമ്പർ ഫയൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എപ്സ്റ്റീന്റെ ന്യൂയോർക്കിലെ വസതിയിലുള്ള ഒരു ഡെസ്കിന്റെ ചിത്രമായിരുന്നു ഇത്. ഈ ഡെസ്കിന്റെ തുറന്ന ഡ്രോയറിൽ ഡൊണാൾഡ് ട്രംപിന്റെ 2 ചിത്രങ്ങൾ കാണാമായിരുന്നു. അതിലൊന്നിൽ ട്രംപ് സ്വിംസ്യൂട്ട് ധരിച്ച സ്ത്രീകളോടൊപ്പം നിൽക്കുന്നതാണ്. മറ്റൊന്ന് ട്രംപ്, മെലാനിയ ട്രംപ്, ജെഫ്രി എപ്സ്റ്റീൻ, ഗിസ്ലൈൻ മാക്സ്വെൽ എന്നിവർ ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഇത് നേരത്തെ തന്നെ പുറത്തു വന്ന ചിത്രമായിരുന്നു. ചിത്രങ്ങൾ നീക്കം ചെയ്തത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി. ട്രംപിനെ സംരക്ഷിക്കാനാണ് നീക്കമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആരോപണം. എന്നാൽ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് ചെയ്തതെന്ന് നീതിന്യായ വകുപ്പ് വിശദീകരിക്കുന്നു. ചിത്രങ്ങളിൽ കാണുന്ന സ്ത്രീകൾ എപ്സ്റ്റീന്റെ ഇരകളാണോ എന്ന് പരിശോധിക്കാനായി സദേൺ ഡിസ്ട്രിക്ട് ഓഫ് ന്യൂയോർക്കിലെ പ്രോസിക്യൂട്ടർമാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇവ താൽക്കാലികമായി മാറ്റിയത്. വിമർശനങ്ങൾ ശക്തമായതിനെ തുടർന്ന് ഞായറാഴ്ചയോടെ ട്രംപിന്റെ ചിത്രങ്ങൾ ഉൾപ്പെട്ട ഫയലുകൾ പുനഃസ്ഥാപിച്ചു. ആ ചിത്രങ്ങളിൽ എപ്സ്റ്റീന്റെ ഇരകളിലും ആരും ഇല്ലെന്നും അതിനാൽ അവ എഡിറ്റ് ചെയ്യാൻ തന്നെ വീണ്ടും പ്രസിദ്ധീകരിക്കുകയാണെന്നും സർക്കാർ വ്യക്തമാക്കി. ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ഡോഡ് ബ്ലാഞ്ചെ പറഞ്ഞത് ഈ നീക്കം ട്രംപിനെ സഹായിക്കാനല്ലെന്നും മറിച്ച് ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് എന്നുമാണ്. നീക്കം ചെയ്ത മറ്റു മിക്ക ചിത്രങ്ങളും എപ്സ്റ്റീന്റെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങളോ പെയിന്റിങ്ങുകളോ ആയിരുന്നു. ഇവയിൽ ഇരകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും നിയമപരമായ പരിശോധനയ്ക്ക് ശേഷം അവയും തിരികെ നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടതോടെ ഇത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ആയുധമായ ഒരു വിഭാഗം മാറ്റാനുള്ള ശ്രമമുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായും വ്യക്തിപരമായും സങ്കീർണമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ 19 എപ്സ്റ്റീൻ ഫയലുകൾ എന്ന് വിളിക്കുന്ന ഫയലുകൾ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടത്. അന്നു മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും വലിയ രീതിയിൽ ചൂടുപിടിച്ചു. അതേസമയം ബാല ലൈംഗിക ചൂഷണവും മനുഷ്യക്കടത്തും ഉൾപ്പെടെ കൊടും കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായ അമേരിക്കൻ ശതകോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീൻ പിഞ്ചു കുഞ്ഞുങ്ങളെ മാംസം ഭക്ഷിച്ചിരുന്നുവെന്ന പ്രചാരണവും പുറത്തേക്ക് വരുന്നുണ്ട്. അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ട എപ്സ്റ്റീൻ രേഖകളിൽ 6 കാനിബാലിസം എന്ന പരാമർശം വന്നതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ചർച്ച മുറുകുന്നത്. ആധികാരികമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സാക്ഷികളെന്ന് അവകാശപ്പെട്ട ചില കുട്ടികളുടെ പഴയ വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയും സെക്സ് റാക്കറ്റിന്റെ തലവനുമായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ നിയമപ്രകാരമാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ തുടങ്ങിയത്. ഇതിലും ട്രംപ് ഭരണകൂടത്തിന്റെ ഇടപെടലിനെ തുടർന്ന് വലിയ വെട്ടിത്തിരുത്തലുകൾ നടത്തിയതായും ഇരകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പുറത്തുവിട്ടതായും ആരോപണം ഉയർന്നിരുന്നു. ഇതുവരെ പുറത്തുവന്ന ഫയലുകളിൽ ഉൾപ്പെട്ട ചിത്രങ്ങൾ, വീഡിയോകൾ, ഇമെയിലുകൾ തുടങ്ങിയവയിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണുള്ളത്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായി ഇത് പുറത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക? ലോകത്തെ അതിസമ്പന്നരും ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും വിനോദരംഗത്തെ അതികായരുമെല്ലാം എപ്സ്റ്റീന്റെ ക്ലയൻസ് ആയിരുന്നു എന്നാണ് ഫയലുകൾ വ്യക്തമാക്കുന്നത്. അതിലും പേടിപ്പെടുത്തുന്ന കാര്യമാണ് പല രേഖകളിലും കാനിബാലിസം എന്ന വാക്ക്. കാനിബാൾ എന്ന വാക്ക് 52 തവണ എപ്സ്റ്റീൻ ഫയലുകളിലുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് സോഷ്യൽ മീഡിയയിലെ ഗവേഷണവും കണ്ടെത്തലുകൾ. എപ്സ്റ്റീനും കൂട്ടാളികളും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ഭക്ഷിക്കുന്നവരാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. നരഭോജനം, നരബലി തുടങ്ങിയ തലത്തിലുള്ള ആരോപണങ്ങൾ എപ്സ്റ്റീൻ രേഖകൾ ഉണ്ടെന്നാണ് പ്രചാരണം. പ്രത്യേകിച്ച് ഈ പുറത്തുവന്ന വീഡിയോകളിൽ ഒരു സ്ത്രീ അവർ മനുഷ്യരെ കഴിക്കുന്നു എന്ന് വിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ അലറി വിളിച്ച് ഓടുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇവർ പിഞ്ചു കുഞ്ഞുങ്ങളെ ഭക്ഷിച്ചിരുന്നോ എന്ന ചോദ്യം നിലവിൽ ഉയരുകയാണ്. കുഞ്ഞുങ്ങൾ ലക്ഷക്കണക്കിനുണ്ട്. നല്ല വെജിറ്റബിൾ ക്രീം ചീസ് വളരെ കുറവാണ് എന്നാണ് ഒരു പരാമർശം. ഇത് കാനിബാലിസം സംശയിക്കാനുള്ള ഒരു പരാമർശമായി മാറിയിരിക്കുകയാണ്. ക്രീം ചീസും ബേബിയും ഒരേ തരത്തിലുള്ളതാണെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു മറ്റൊരു വാചകം. ഈ വാക്കുകൾ മറ്റേതെങ്കിലും ക്രൂരതയുടെ രഹസ്യ കോഡാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഈ സംഭാഷണത്തിൽ നാദിയ എന്നൊരു പേര് കൂടി പരാമർശിക്കപ്പെടുന്നുണ്ട്. ആരെയാണ് സൂചിപ്പിക്കുന്നത് വ്യക്തമല്ലെങ്കിൽ എപ്സ്റ്റീന്റെ മുൻ പൈലറ്റിന്റെ പേര് നാദിയ മർസിൻകോ എന്നാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു. 2024 തുടക്കത്തിൽ അവരെ കാണാതായി എന്നാണ് വിവരം.